കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ അരിയന്നൂരിൽ വിറക് പുരയ്ക്ക് തീപിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു. അരിയന്നൂർ മമ്മശ്രായി ഇല്ലത്ത് ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പിള്ളത്തോടിന് സമീപമിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. ജനങ്ങൾ ഭീതിയിൽ. വേലൂരിൽ കടന്നൽ കുത്തേറ്റ കർഷകൻ മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ ഷാജുവാണ് മരിച്ചത്. ഷാജുവിന് കടന്നൽ കുത്തേറ്റത് കൃഷിയിടത്തിൽ വെച്ച്. കടങ്ങോട് കണലിപ്പാറയിൽ ജനവാസ മേഖലയിൽ സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചു. പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂർ വലിയ പാലത്തിന് സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 1980 മുതൽ സജീവ BJP RSS പ്രവർത്തകനായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര സർക്കാരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ആർലേക്കർ. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിച്ചതിന് പിന്നാലെയാണ് ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കറെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. ഗുരുവായൂർ അരിയന്നൂരിൽ വിറക് പുരയ്ക്ക് തീപിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു. അരിയന്നൂർ മമ്മശ്രായി ഇല്ലത്ത് ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത്. ഇവരുടെ വീടിന് പുറകിലുള്ള വിറക് പുരയ്ക്കാണ് തീപിടിച്ചത്. വിറക് പുരയ്ക്ക് അടുത്ത് താൽക്കാലികമായി അടുപ്പ് നിർമ്മിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ സമീപത്ത് കൂട്ടിയിട്ടിരുന്ന വിറകിലേക്ക് തീ പടരുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവരുടെ കൈക്ക് പൊള്ളലേറ്റത്. ഓടിട്ട വീടിന്റെ ഉത്തരവും മരത്തിന്റെ ജനലും കത്തിനശിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണച്ചു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാലപ്പിള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. 2 ആഴ്ചയ്ക്കിടെ 3ാം തവണയാണ് ഇവിടെ പുലിയിറങ്ങുന്നത്. പിള്ളത്തോട് ഗ്രൌണ്ടിന് സമീപത്താണ് രാവിലെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിയുടെ ആക്രമണത്തിലാണ് കുറുക്കൻ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ആഴ്ച തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയതിനു ശേഷം വനംവകുപ്പ് പുലിയെ കണ്ടെത്താനായി ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വേലൂരിൽ കർഷകൻ കടന്നൽ കുത്തേറ്റു മരിച്ചു. ലിസി ഭവന് സമീപം താമസിക്കുന്ന വല്ലൂരാൻ വീട്ടിൽ 52 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇന്നലെ രാവിലെ 11 മണിയോടെ വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ചാണ് ഷാജുവിന് കടന്നൽ കുത്തേറ്റത്. കൂട്ടമായി പറന്നെത്തിയ കടന്നലുകൾ ഷാജുവിനെ ആക്രമിക്കുകയായിരുന്നു. കടങ്ങോട് ചിറമനേങ്ങാട് കണലിപ്പാറ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചത് പ്രതിഷേധത്തിനായിടയാക്കി. പടക്ക കടകളിൽ നിന്നും ഒഴിവാക്കുന്ന ഗുണ്ട് ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ കേന്ദ്രത്തിന് സമീപം കൂട്ടിയിട്ട് കത്തിച്ചത്. ശബ്ദവും രൂക്ഷമായ പുകയും ഉയർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കത്തിക്കുന്നത് തടഞ്ഞു. കുന്നംകുളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പടക്ക വിൽപ്പന കമ്പനിയുടെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന പരാതി നിലനിൽക്കുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് സാമഗ്രികൾ കത്തിച്ചത്. ഇത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കി. കുറച്ച് സ്ഫോടക വസ്തുക്കൾ അവരുടെ എക്സ്പയറി ആയിട്ടുള്ള കുറച്ച് സ്ഫോടക വസ്തുക്കൾ വന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന് ചുറ്റുവട്ടത്ത് ഇതിന് ഒരു 50 മീറ്ററിന് ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളുണ്ട്. അവർക്കൊക്കെ ഇതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെ എതിർത്തത്. ഈ ചുറ്റുവട്ടത്ത് ഇവിടെ 50 മീറ്ററിൻ്റെ ചുറ്റുവട്ടത്ത് 10-20 വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംരംഭം വരാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ അന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്.
അന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയത്. പക്ഷേ ഇന്ന് അതിന് വിപരീതമായിട്ട് കുറച്ച് പഴയതായിട്ടുള്ള കുറേ സ്ഫോടക വസ്തുക്കൾ, അതായത് പടക്കം ഇവിടെ നിന്ന് പൊട്ടിച്ചവർ. കുട്ടികൾ നടന്നു പോകുന്ന വഴിക്ക് സമീപം ഗുണ്ട ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പരന്നു കിടക്കുന്നുണ്ട്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. കടലിപ്പാറയിൽ പടക്ക സംഭരണശാലയ്ക്ക് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു. ജനവാസ കേന്ദ്രത്തിലെ പടക്ക സംഭരണശാലയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂർ വലിയ പാലത്തിന് സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. ബംഗ്ലാവ് ഓട്ടോപേട്ടയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കരുവന്നൂർ സ്വദേശി കിഴിവീട്ടിൽ സന്തോഷിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കരുവന്നൂർ വലിയ പാലത്തിന് സമീപം അപകടമുണ്ടായത്. ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് വരികയായിരുന്ന ശില്പി ബസും പ്രദേശത്ത് യാത്രക്കാരെ ഇറക്കി മടങ്ങുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തിയിൽ കടകളിൽ മോഷണം. എടക്കഴിയൂർ കല്ലുവളപ്പിൽ മൂസയുടെ കട കുത്തി തുറന്ന് 10,000 രൂപയും സിഗരറ്റുകളും കവർന്നു. കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത നിലയിലാണ്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. സമീപത്തെ എടക്കഴിയൂർ നാരായണൻ വൈദ്യ റോഡിലെ 3 കടകൾ കുത്തി തുറന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല നാളെ ആഘോഷിക്കും. കഴിഞ്ഞ ദിവസം നടന്ന കിഴക്കമ്പാട്ടകര ദേശപ്പാട്ടിന് മേളപ്രമാണി പാറമേക്കാവ് അഭിഷേക പ്രാമാണികത്വം വഹിച്ചു. ഇന്ന് വൈകിട്ട് പാറമേക്കാവ് പിള്ളേർപ്പാട്ട് അരങ്ങേറും. വേല ദിവസമായി നാളെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. രാത്രി 10-ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തും. പുലർച്ചെ തിരിച്ചെഴുന്നള്ളത്തും നടക്കും. 9 ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിന് ചോറ്റാനിക്കര നന്ദപ്പൻ നയിക്കുന്ന പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ടാനിയൻ മാരാർ നയിക്കുന്ന മേളവും അകമ്പടിയാകും. അതേസമയം പാറമേക്കാവ് തിരുമ്പാടി വേല വെടിക്കെട്ടിന് അനുമതി നൽകുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി ADM-നോട് നിർദ്ദേശം നൽകിയതെങ്കിലും ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ചില മുദ്രാവാക്യങ്ങൾ സമൂഹത്തിൽ അരാജകത്വമാണ് സൃഷ്ടിക്കുന്നതെന്ന് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജി CK മധുസൂദനൻ പറഞ്ഞു. SNTP യോഗം പൂപ്പത്തി ശാഖയിലെ ഗുരു ചൈതന്യ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വാർഷികാഘോഷവും കുടുംബ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവീനർ MK കൃഷ്ണദാസ് അധ്യക്ഷനായി. മാള SI CK സുരേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. SNTP ശാഖാ സെക്രട്ടറി PP രാജൻ, വൈസ് പ്രസിഡന്റ് PM രാധാകൃഷ്ണൻ, വനിതാ സംഘം പ്രസിഡന്റ് ഓമന ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ കിണറ്റിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആസാദ് റോഡ് സ്വദേശി ഇളയടത്ത് വീട്ടിൽ ശ്രീശൈലനെയാണ് ഉപയോഗശൂന്യമായ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ഇരിങ്ങാലക്കുടയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പുറത്തെടുത്തു. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രശസ്ത കഥകളി ആചാര്യൻ ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാന്റെ കവിതാ സമാഹാരമായ മനോരഥത്തിന്റെ പ്രകാശനം ഈ മാസം 11-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10-ന് സാഹിത്യ അക്കാദമിയിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. മുൻ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി K ജയകുമാർ പ്രകാശനം നിർവഹിക്കും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ, കഥകളി നിരൂപക മിനി ബാനർജി, പ്രോഗ്രാം കോർഡിനേറ്റർ ശശി കളരിയൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സാമൂഹ്യ സേവന സംഘടനയായ നീഡ്സിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജി ഇരിങ്ങാലക്കുട സന്ദർശിച്ചതിന്റെ അനുസ്മരണ പദയാത്രയും ഗാന്ധി സ്മൃതി സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 17-ന് വൈകിട്ട് 4-ന് ചെളിയാമ്പാടം പരിസരത്തു നിന്ന് പദയാത്ര ആരംഭിക്കും. നഗരം ചുറ്റിയുള്ള പദയാത്ര ഇരിങ്ങാലക്കുട റെസ്റ്റ് ഹൌസിന് സമീപം സമാപിക്കും. തുടർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടക്കും. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, പ്രൊഫസർ R ജയറാം, ഗുലാം മുഹമ്മദ്, ബോബി ജോസ്, KP ദേവദാസ്, ആശാലത തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പുന്നംപറമ്പ് മച്ചാട് സെന്റ് ആന്റണീസ് പള്ളി 90-ാം സംയുക്ത തിരുനാൾ ഈ മാസം 3 മുതൽ 13 വരെ നടക്കും. നാളെ വൈകിട്ട് 5:30 കൊടിയേറ്റം നടക്കും. തിരുനാൾ ദിനമായ 12-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 13-ന് വൈകിട്ട് 6:30 മെഗാ ഷോ നടക്കും. വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ചെയർമാൻ ഫാദർ സെബി ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ സേവ്യർ പാണേങ്ങാടൻ, കൈക്കാരൻ വിൻസെന്റ് വട്ടുകുളം പറമ്പിൽ, പബ്ലിസിറ്റി കൺവീനർ ജോണി ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. മനക്കൊടിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു. പാടു വീട്ടിൽ ചന്ദ്രന്റെ വീട്ടിലെ തെങ്ങാണ് വെള്ളാപ്പറമ്പിൽ സുന്ദരന്റെ പുതിയതായി നിർമ്മിച്ച വീടിന് മുകളിലേക്ക് വീണത്. ആർക്കും പരിക്കില്ല. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാർഡ് അംഗം കെ രാകേഷും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വെള്ളിയാഴ്ച ബഹുജന റാലിയും സായന ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തീരദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ഭീഷണിയും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോകുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും പെരിങ്ങാട് പുഴയെ കാടാക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നേതാക്കളായ സലാം വെൺമേനാട്, പഞ്ചായത്ത് മെമ്പർമാരായ ജെറോം ബാബു, ടി കെ സുബ്രഹ്മണ്യൻ, ജോസഫ് ബെന്നി, സുനിത രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശക്തമായ കാറ്റിനെ തുടർന്ന് തെങ്ങ് കടപുഴകി റോഡിന് കുറുകെ വീണു. വേലൂർ തലക്കോട്ടുകര പ്രഭാത് നഗറിലാണ് തെങ്ങ് വീണത്. സംഭവ സമയത്ത് റോഡിൽ ആരുമില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പികൾക്കും കേബിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ കതിരിട്ട നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്നു. കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിലാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി ഏക്കർ കണക്കിന് നെൽവയലുകൾ നശിപ്പിച്ചത്. കൊയ്ത്തിന് പാകമായി കൊണ്ടിരിക്കുന്ന 5 ഏക്കറോളം നെൽവയലാണ് കാട്ടുപന്നി ആക്രമണത്തിൽ നശിച്ചത്. മുല്ലപ്പള്ളി കുന്നിന്റെ താഴെയുള്ള പാടത്ത് 40 ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത്. പന്നികളെ വെടിവെച്ച് കൊല്ലാൻ പദ്ധതി തയ്യാറാക്കി മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടിയുണ്ടായില്ലെന്ന് കർഷകർ ആരോപിച്ചു. തൃശീവ പേരോ കലാസാഹിത്യവേദി ജില്ലാ സമിതി ഏർപ്പെടുത്തിയ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി സ്മാരക സംസ്ഥാന കഥാകവിതാ മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിച്ചു. കഥാവിഭാഗത്തിൽ ഡോക്ടർ ടി വി ഉണ്ണികൃഷ്ണൻ 1ാം സ്ഥാനവും ശ്രീദേവി അമ്പലപുരം 2ാം സ്ഥാനവും വി പി വിജയരാഘവൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കവിതാ വിഭാഗത്തിൽ ഗിരിജ വാര്യർ 1ാം സ്ഥാനവും ഡോക്ടർ വി സുജാത 2ാം സ്ഥാനവും സുമതി നാരായണൻകുട്ടി 3ാം സ്ഥാനവും നേടി. ഈ മാസം 19-ന് തൃശൂരിൽ നടക്കുന്ന തപസ്യയുടെ ജില്ലാ സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. തപസ്യ ജില്ലാ അധ്യക്ഷൻ പ്രൊഫസർ ടി പി സുധാകരൻ, എൻ സ്മിത, ജില്ലാ സെക്രട്ടറി ഷാജു കളപ്പുരയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയർഡ് സോൾജേഴ്സ് ഓഫ് ഇന്ത്യ ദർശിയുടെ പ്രഥമ ജില്ലാ സമ്മേളനം ബാലഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പി കെ ഡേവിസ്, പി കെ ഷാജൻ, അഡ്വക്കേറ്റ് സി കെ ശശിധരൻ, കെ കെ രവീന്ദ്രൻ, കെ ജി ഭുവനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ താപനില ഉയരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തൃശൂർ ജൂബിലി മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപക ഡയറക്ടർ മോൺസിഞ്ഞോർ മാത്യു മുരിങ്ങാത്തേരിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഹെൽത്ത് കെയർ മിഷണറി അവാർഡ് ദാനവും ഡോക്ടർ എഡൻവാല സ്മാരക പ്രഭാഷണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 3ാമത് ഹെൽത്ത് കെയർ മിഷണറി അവാർഡിന് ഡോക്ടർ ജോൺ സി ഉമ്മനെ തിരഞ്ഞെടുത്തു. 50,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് ജൂബിലി മിഷനിൽ നടക്കുന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി ഡോക്ടർ എഡൻവാല അനുസ്മരണ പ്രഭാഷണം നടത്തും. ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി, സിഇഒ ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിൽ, ഡോക്ടർ പി ആർ വർഗീസ്, ഡിയോൾ ബെറ്റി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിക്ഷേപക പ്രകാരം സംഖ്യ തിരിച്ചു നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയലാക്കിയ ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. മുപ്പളിയം വാളൂരാൻ വീട്ടിൽ ജിജു ഫ്രാൻസിസ് ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ചെട്ടിയങ്ങാടിയിലുള്ള ധനവ്യവസായ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ തൃശൂർ വടൂക്കര സ്വദേശി ജോയ് ഡി പാണഞ്ചേരി, പാർട്ണർ ഭാര്യ റാണി എന്നിവർക്കെതിരെ തൃശൂർ ഉപഭോക്തൃ കോടതി വിധിയായത്. ജിജു 5 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്. എന്നാൽ നിക്ഷേപ സംഖ്യ വാഗ്ദാനം ചെയ്ത്
ചെയ്തതുപോലെ പലിശ സഹിതം തിരികെ നൽകുകയുണ്ടായില്ല. തുടർന്ന് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. 22 വർഷത്തോളം മനക്കുളങ്ങരയിലെ പോസ്റ്റ്മാനായി സേവനം ചെയ്ത ശേഷം തപാൽ വകുപ്പിൽ നിന്ന് വിരമിച്ച CV ദേവസിയെ മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ ആദരിച്ചു. പ്രധാന അധ്യാപിക PS സീമ പൊന്നാടയണിയിച്ചു. K നെൽസൺ പോൾ, NV ബിജു, രേണുക കലാധരൻ, KV അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. മാള കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും. ഫാദർ ഫെബിൻ കൊടിയൻ കൊടിയേറ്റ് നിർവഹിക്കും. ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ കാർമ്മികനാകും. വികാരി ഫാദർ ഫെബിൻ കൊടിയൻ, ആൽബർട്ട് മേക്കാട്ടുപറമ്പിൽ, ജോണി പ്ലാക്കൽ, കൊച്ചപ്പൻ പഞ്ഞിക്കാരൻ, ആൻഡ്രൂസ് കിഴക്കൂട്ട എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിലെ കായിക സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന തറയിൽ റഷീദിനെ അനുസ്മരിച്ചു. റഷീദ് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ KP റഷീദ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് ചങ്കത്ത്, TL മുരളി, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് 318 ഡി ക്ലോത്ത് ബാങ്ക് പ്രൊജക്ടിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. മണ്ണാർക്കാട് കുന്തിപ്പുഴ ലയൺസ് ക്ലബ്ബിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങളാണ് വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് വിതരണം ചെയ്തത്. ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്തിൽ നിന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മണികണ്ഠൻ, സുഭാഷ് പുഴയ്ക്കൽ, വത്സകുമാർ, KR മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കുമ്പളങ്ങാട് യൂണിറ്റിന്റെ വാർഷികാഘോഷം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ചന്ദ്രികമ്മ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർമാരായ കവിത കൃഷ്ണനുണ്ണി, സെക്രട്ടറി സണ്ണി ജോസഫ്, രമ്യ സുന്ദരൻ, ജില്ലാ പ്രസിഡന്റ് K സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെയും ബ്രഹ്മയോഗ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ കൌൺസിലർ സുനിത വിനു കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, പ്രകാശ് ബാബു, ബാബു പാറയിൽ, ആറ്റൂർ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റ് വീണ പൊന്മാനെ രക്ഷിച്ചു. മുതുവറ KCB സെക്ഷന് കീഴിലുള്ള ചുള്ളിപ്പാടം ട്രാൻസ്ഫോമറിൽ നിന്നാണ് പൊന്മാന് ഷോക്കേറ്റത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരി മാളവിക ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ലൈൻമാൻ ബാബു ഡേവിസും സുരേഷ് ബാബുവും പൊന്മാനെ പ്രാഥമിക ശുശ്രൂഷ നൽകി രക്ഷിച്ചു. മൂവരെയും KCB അധികൃതർ അഭിനന്ദിച്ചു. ചിറ്റാട്ടുകര വിശുദ്ധ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 255 കമ്പടി തിരുനാൾ 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. ജാതി മതഭേദമന്യേ അർഹതയുള്ള എല്ലാവർക്കും എല്ലാ മാസവും 1000 രൂപ വീതം സഹായം നൽകുന്ന പ്രതിമാസ പെൻഷൻ പദ്ധതിയും പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹത്തിന് 5 ലക്ഷം രൂപ നൽകുന്ന വിവാഹ ധനസഹായ പദ്ധതിയും അടക്കം 15 ലക്ഷം രൂപയാണ് കാരുണ്യ പ്രവൃത്തികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 7:30 മുരളി പെരുന്നല്ലി MLA ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. പാവറട്ടി തീർത്ഥ കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തേങ്ങാവിളക്ക് തെളിയിക്കും. പാവറട്ടി സെന്റ് തോമസ് ആശ്രമം പ്രിയോർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പിണ്ടി തെളിയിക്കൽ ചടങ്ങ് നടത്തും. 6, 7 തീയതികളിലാണ് പ്രധാന തിരുക്കർമ്മങ്ങളും ആഘോഷ പരിപാടികളും നടക്കുക. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, PD ജോസ്, PV പിയൂസ്, റിജോ P ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. ഫാദർ ജോഷി ആളൂർ കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. KJU ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത TG സുന്ദർലാൽ, CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രസ് ക്ലബ്ബ് അംഗം ശർമ്മജിയുടെ മകൾ PS അനന്യ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് KK മാത്യു, സെക്രട്ടറി KC ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി K രാധിക, ട്രഷറർ വേണുഗോപാലൻ അമ്പലപ്പാട്ട്, റഫീഖ് ഐനിക്കുന്നത്ത്, ശർമാജി, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ അരിയന്നൂരിൽ വിറക് പുരയ്ക്ക് തീപിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയ്ക്ക് പൊള്ളലേറ്റു. അരിയന്നൂർ മമ്മശ്രായിലത്ത് ആയിഷയ്ക്കാണ് പൊള്ളലേറ്റത്. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പിള്ളത്തോടിന് സമീപമിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. ജനങ്ങൾ ഭീതിയിൽ. വേലൂരിൽ കടന്നൽ കുത്തേറ്റ കർഷകൻ മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ ഷാജുവാണ് മരിച്ചത്. ഷാജുവിന് കടന്നൽ കുത്തേറ്റത് കൃഷിയിടത്തിൽ വെച്ച്. കടങ്ങോട് കണലിപ്പാറയിൽ ജനവാസ മേഖലയിൽ സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചു. പരാതിയുമായ പ്രദേശവാസികൾ രംഗത്ത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂർ വലിയ പാലത്തിന് സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.